ന്യൂസ് ടെൻസ് തുടരുകയാണ്. തൃശൂരിലെ തോൽവി പഠിക്കുന്ന KPCC സമിതി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. തൃശൂരിലെ തോൽവി വലിയ നഷ്ടം എന്നായിരുന്നു മുരളീധരന്റെ പിന്നീടുള്ള പ്രതികരണം. ഞാൻ കമ്മീഷണർ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂര് ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശ്ശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എൻ്റെ പിന്തുണയുണ്ടാവും. ആരെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം അതിൻ്റെ ഒരു ആശയവിനിമയം നടത്തി. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ജനങ്ങളെല്ലാം കാര്യങ്ങൾ കണ്ടും പഠിച്ചും വോട്ട് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റേത് മിന്നുന്ന വിജയമായിരുന്നു. 18 UDF വിജയിക്കുമ്പോൾ 2 സീറ്റുകൾ അത് ആലത്തൂരും തൃശൂരുമാണ്. പക്ഷെ കോൺഗ്രസിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ചത് തൃശൂരിലെ തോൽവിയാണ്. അതിനുശേഷം മണ്ഡലത്തിലെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരന്റെ പ്രതികരണം പുറത്തുവരുന്നു. അവിടെ TN പ്രതാപനെതിരായ ചുവരെഴുത്ത്, പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ. ഇപ്പോൾ ഈ സമിതിയുടെ വിവരശേഖരണം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനുശേഷം മുരളീധരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്? അഭിലാഷ്, KPCC നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കെ കൂടിയാണ് ഈ ഒരു കമ്മീഷൻ, അതായത് KC ജോസഫ് അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ രാവിലെ കെ മുരളീധരന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. KC ജോസഫിനൊപ്പം T സിദ്ദിഖും ഒപ്പം തന്നെ R ചന്ദ്രശേഖരൻ തുടങ്ങിയ നേതാക്കളും ഉണ്ടായിരുന്നു. ഇവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ കെ മുരളീധരനുമായി ഏകദേശം അതാണ് KPCC യോഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരശേഖരണം നടത്തിയിട്ടുള്ളത്. KC ജോസഫ്, T സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരാണ്. മിഥുൻ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഞാൻ ചില എന്തെങ്കിലും പേരുകൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ അവർ വലിയ നേതാവാണല്ലോ, അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും കൃത്യമായ അതൃപ്തി മുരളീധരൻ ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞതാണ്. ഞാൻ മാറി നിൽക്കുന്നു എന്നുവരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ ഈ സമിതിക്ക് മുമ്പാകെ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിച്ചു, പ്രതിഷേധം അറിയിച്ചു എന്നുകൂടിയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. KC ജോസഫിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഇന്ന് രാവിലെ കെ മുരളീധരന്റെ വസതിയിലെത്തി ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം അരമണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും കെ മുരളീധരൻ പറഞ്ഞത് ഒരു വ്യക്തിയെ പഴിചാരിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള പരാമർശവും താൻ നടത്തിയിട്ടില്ല. സംഘടനാ തലത്തിലെ വീഴ്ച അത് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ KC ജോസഫ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് തൃശ്ശൂരിൽ ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാകുമെന്ന് ഒരു തരത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് അവിടുത്തെ തോൽവിക്ക് കാരണമായത് അതറിയുന്നതിന് വേണ്ടിയാണ് സമിതി ഇവിടേക്ക് എത്തിയതും കൂടിക്കാഴ്ച നടത്തിയതും എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുന്നില്ല എങ്കിൽ പോലും തന്നെ കൃത്യമായി അദ്ദേഹം ചില വ്യക്തികളുടെ പേരുകൾ ഈ ഒരു സമിതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സംഘടനാ തലത്തിലെ വീഴ്ചകൾ മാത്രമല്ല, ഏതെങ്കിലും മുൻ സ്ഥാനാർത്ഥി, അതായത് അവിടുത്തെ മുൻ MP ഉദ്ധരിച്ച് തന്നെ കൃത്യമായി അദ്ദേഹം ഉന്നമിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അദ്ദേഹം ഈ മുൻകാലങ്ങളിൽ എടുത്ത നിലപാട്, അതായത് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു
ഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇന്ന് KPCയുടെ നേതൃയോഗമുണ്ട്, UDFന്റെ നേതൃയോഗമുണ്ട്. ഈ രണ്ട് യോഗത്തിലും അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോഴും അനുനയ ശ്രമം പലതലത്തിൽ KPC അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി അനുനയ ശ്രമത്തിന് ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ അതെല്ലാം തന്നെ പിന്നീട് വിഫലമായി പോകുന്നത് നമ്മൾ കണ്ടു. ഈ സമിതിയുടെ സിറ്റിംഗ് ഇപ്പോൾ നടക്കുകയാണ്. എന്നിട്ട് പോലും ഇപ്പോഴും ഈ ഒരു വീഴ്ചയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആഘാതത്തിൽ നിന്ന് അദ്ദേഹത്തിന് തിരികെ കയറാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരുപക്ഷെ വലിയ രീതിയിലൊരു വിജയം തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് താൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയത്. പക്ഷേ അവിടുത്തെ സംഘടനാ തലത്തിലെ വീഴ്ച അത് വലിയ പരാജയത്തിലേക്ക് തഴിച്ചു. 3ാം സ്ഥാനത്തേക്ക് തന്നെ പിന്തള്ളിയിട്ടു. ആ ഒരു തലത്തിലേക്ക് പോവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം. അതുകൊണ്ടാണ് താൻ KPCയോട് കൃത്യമായി ഇതിന്റെ പരാതികൾ മുന്നോട്ട് വെക്കുകയും ചെയ്ത് അത് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് KC ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്ത് കൃത്യമായ വിവരശേഖരണം നടത്തി അല്പസമയത്തിന് മുമ്പ് അവർ ഇവിടുന്ന് മടങ്ങുകയും ചെയ്തു. എന്തായാലും KPCC നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കുകയും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇവിടെ മുരളീധരന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ തോൽവി എന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് തൃശ്ശൂരിൽ ജയിക്കാതെ UDFന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെയാണല്ലോ ഈ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും അത് മുന്നിൽ കണ്ടുകൂടെ തന്നെയാണ്. കാരണം നേരത്തെ അദ്ദേഹം പ്രതികരിച്ചപ്പോഴും ഇതേ രീതിയിലുള്ള പരാമർശം തന്നെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി അത് വലിയ ആഘാതം തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ വിട്ടേക്കൂ, ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ സംഘടനാ തലത്തിൽ തന്നെ ഈ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും. കാരണം 2 തവണ ഇപ്പോൾ ഭരണത്തിൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ടിട്ട് തുടർച്ചയായി 2 തവണയായി മൂന്നാമതൊരു ഭരണത്തിലേക്ക് വരണമെങ്കിൽ ഈ തൃശ്ശൂരിലെ വീഴ്ചകൾ പരിഹരിക്കണം. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തും കൂടി സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കാൻ തയ്യാറാകണം. പക്ഷേ അത് ഈ കമ്മിറ്റിക്ക് മുമ്പാവുകയല്ല, അത് KPC നേതൃത്വം തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. കൂടാതെ തൃശ്ശൂരിലും 6 നിയോജകമണ്ഡല അടിസ്ഥാനത്തിലാണ് BJP മുന്നിൽ വന്നത്. അത് തിരുവനന്തപുരത്ത് വരുമ്പോൾ 5 എടുത്താണ്. അങ്ങനെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതെത്തിയത്. അത് തിരുവനന്തപുരം ജില്ലയിലെ 5ഉം തൃശ്ശൂർ ജില്ലയിലെ 6ഉം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കണക്ക് BJPയെ സംബന്ധിച്ച്, BJPയുടെ മുന്നേറ്റം സംബന്ധിച്ച്. അത് വലിയ രീതിയിൽ തിരിച്ചടിയാവാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷേ ഈ ഒരു വീഴ്ച അത് ഉടൻ പരിഹരിച്ചില്ല, സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരു പരാജയം നേരിടേണ്ടി വരും. അത് ഒരുപക്ഷേ ഭരണത്തിന് തന്നെ വെല്ലുവിളിയാകും. ഭരണം ലഭിക്കേണ്ട UDFന് അത് ലഭിക്കാതെ പോകാനൊരു കാരണം അത് തൃശ്ശൂർ തന്നെയാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കൂടി K മുരളീധരൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു അനുനയ ശ്രമത്തിനും അദ്ദേഹം തയ്യാറല്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്നത്തെ നേതൃയോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും ഇന്ന് KPCയുടെ നേതൃയോഗം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ UDFന്റെ നേതൃയോഗം നടക്കുന്നുണ്ട്. നിർണായക ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പിലെ തോൽവി, അതായത് ആലത്തൂരും ഒപ്പം തന്നെ തൃശ്ശൂരിലെ തോൽവിയും ഈ ഒരു ചർച്ചയ്ക്ക് മുമ്പാകെ വരും. അതുകൊണ്ട് തന്നെയാണ് സമിതി ഇതിനു മുമ്പാകെ ഒരു സിറ്റിംഗ് നടത്തി K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി എന്തുകൊണ്ടാണ് തോൽവി സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ വീണ്ടും തിരികെ എത്തിയ ഒരു പശ്ചാത്തലം, അത് അദ്ദേഹം തന്നെ വാശി പിടിച്ചുകൊണ്ട് തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പാർട്ടിക്കുള്ളിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ സൃഷ്ടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ KPCC നേതൃയോഗം ചേരുമ്പോൾ ഈ പ്രധാനപ്പെട്ട അജണ്ട എന്നത് തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിപ്പോൾ 2 മണ്ഡലങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നതുള്ളൂ. മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒരു പക്ഷേ വലിയ വോട്ട് നഷ്ടമൊന്നുമില്ല, വലിയ ഭൂരിപക്ഷം ലഭിച്ച പശ്ചാത്തലം ഉണ്ട് താനും. മറ്റു വിഷയങ്ങൾ, ഈ സംഘടനാ തലത്തിലുള്ള വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ടോ മിഥുൻ? തീർച്ചയായും സംഘടനാ വിഷയങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഈ ചർച്ചയുടെ അജണ്ടയായി മാറിയിരിക്കുന്നത്. കാരണം ആലത്തൂരിനെ സംബന്ധിച്ച് ആലത്തൂരിൽ കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രമ്യ ഹരിദാസ് വിജയിച്ചു കയറുന്നത്. പക്ഷേ ഇത്തവണ അവിടെ വലിയ രീതിയിൽ തോൽവി, അതായത് CPMന് ആകെ ലഭിച്ച സീറ്റ് ആലത്തൂർ തന്നെയാണ്. അവിടെ രമ്യ ഹരിദാസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് സംഘടനാ തലത്തിലെ വീഴ്ചയാണ് എന്ന് രമ്യ ഹരിദാസ് പറയാതെ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ നേതൃയോഗങ്ങളിൽ താൻ ഇക്കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ പരാതിയെക്കുറിച്ചൊക്കെ പറയാം, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നില്ല എന്ന് രമ്യ ഹരിദാസ് പറഞ്ഞുവെങ്കിൽ പോലും തന്നെ അതൃപ്തിയെ
പ്രകടമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ പാലക്കാട് DCC അധ്യക്ഷൻ അത്തരത്തിലുള്ള പരാമർശം നടത്തിയിരുന്നു. അതായത് രമ്യ ഹരിദാസ് പറയുന്ന രീതിയിലല്ല, നേതൃത്വം പറയുന്ന രീതിയിലല്ല മുന്നോട്ട് പോയത്. പ്രചാരണ രംഗത്തായാലും നേതാക്കൾ പറയുന്നതൊന്നും തന്നെ, അല്ലെങ്കിൽ DCC നേതൃത്വം പറയുന്നതൊന്നും തന്നെ കാര്യമാക്കാതെയായിരുന്നു മുന്നോട്ട് പോയതെന്നുള്ളൊരു പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണമായി എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ചർച്ചയിലേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ജയിച്ചു കയറിയിട്ടുള്ള MP-മാരും ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള MLA-മാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ സമിതി നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ജില്ലകളിലെ അധ്യക്ഷന്മാരെയൊക്കെ ഈ ഒരു നേതൃയോഗത്തിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിജയം അത് വലിയ രീതിയിൽ സന്തോഷം ജയിപ്പിക്കുന്നതാണ്, ഒപ്പം തന്നെ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. പക്ഷേ 2019 സമാന രീതിയിലുള്ള വിജയമുണ്ടായിരുന്നു. പക്ഷേ ആ വിജയത്തിൽ ആഹ്ലാദിച്ച് മുന്നോട്ട് പോയതല്ലാതെ, മതിമറന്ന് മുന്നോട്ട് പോയതല്ലാതെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയും പ്രവർത്തനം നടത്താത്തതാണ് വലിയ തിരിച്ചടിയായി പോയത് എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ തന്നെ ഈ വിജയത്തിന്റെ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനിയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണ്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഇനി നടക്കാൻ പോകുന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. അത് ഒന്ന് ചേലക്കരയും ഒന്ന് പാലക്കാടും. ഇത് രണ്ടിലും വിജയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം മുന്നിലുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക ചർച്ചകൾ മാത്രമായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണ്ണയമായി, ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയമായി ബന്ധപ്പെട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വിഷയം ഈ സംഘടനാ തലത്തിലെ വീഴ്ചകൾ തന്നെയാണ്. ഈ 2 തോൽവി മാത്രമല്ല, മറ്റ് ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും പിന്നോക്കം പോയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ പിന്നോക്കം പോയിട്ടുണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ഏതെങ്കിലും സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും നേതാക്കൾ ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഇന്നത്തെ യോഗത്തിൽ കൈക്കൊള്ളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിന്നുന്ന വിജയത്തിനിടയിലും 2 തോൽവികൾ അത് ആലത്തൂരിലും തൃശ്ശൂരിലുമായിരുന്നു. അതിൽ തന്നെ തലവേദനയാകുന്ന തോൽവി എന്നത് തൃശ്ശൂരിലേതാണ്. അതുകൊണ്ട് തന്നെയാണ് KPCC നേതൃയോഗത്തിൽ തൃശ്ശൂര് പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത്. അതോടൊപ്പം തന്നെ ആലത്തൂരിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടതെങ്ങനെ എന്ന വിലയിരുത്തലുകളും ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളാണ് MG മിഥുൻ നൽകിയത്.